ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ബധായി ദോ എന്ന് പറയുന്ന ബോളിവുഡ് മൂവിയാണ്. ഗേ ആയ നായകനും ലെസ്ബിയനായ നായികയും തമ്മിൽ വിവാഹം കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിന്റെ കൂടെ അവരുടെ കുടുംബക്കാർ ഒരു കുട്ടിക്ക് വേണ്ടി നിർബന്ധിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാലോ? അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായകനും പോലീസുകാരനുമായ ഷാർദുലിനെയാണ് കാണിക്കുന്നത്. അവന്റെ വീട്ടുകാരെല്ലാം തന്നെ അവനെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇവരുടെ നിർബന്ധം കാരണം അവനൊരു കള്ളം പറയുന്നുണ്ട്. എനിക്ക് നാസിലിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവൾ മുസ്ലിം ആണെന്നും കൂടെ അറിഞ്ഞതോടുകൂടി അവന്റെ വീട്ടുകാർ ബഹളം വെക്കാൻ തുടങ്ങി. ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവന്റെ ആവശ്യം അത് തന്നെയായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവൻ സ്റ്റേഷനിൽ നിൽക്കുന്നതാണ്. അവൻ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ എല്ലാം തന്നെ സ്ത്രീകളായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ വേണമെന്ന്, എന്നാൽ അതൊന്നും നടക്കില്ല, നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് അവന്റെ സീനിയർ പറയുന്നു. പോരാഞ്ഞിട്ട് അവനെന്തോ ഫയലിൽ തെറ്റുവരുത്തിയെന്ന് പറഞ്ഞിട്ട് അവർ കുറെ വഴക്കും കൂടി പറയുന്നുണ്ട്. തിരിച്ചു വന്ന് അവനാകട്ടെ നാസിൽ എന്ന് പറയുന്ന ഒരു പോലീസുകാരെയാണ് വഴക്ക് പറയുന്നത്. നീയല്ലേ ആ ഫയലൊക്കെ ചെക്ക് ചെയ്തത്, എന്തുകൊണ്ടാ മര്യാദയ്ക്ക് നോക്കാഞ്ഞത്? അവൻ തന്റെ വീട്ടുകാരോട് ഇവളുടെ കാര്യം പറഞ്ഞിട്ടാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് അവന്റെ വീട്ടുകാർ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കുന്നതിൽ ഒരു വിരോധവുമില്ല എന്ന്. എങ്ങനെയെങ്കിലും നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കണ്ടാൽ മതി. തന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയെന്ന് അവന് മനസ്സിലായി. അവനപ്പോൾ അടുത്ത കള്ളം പറയുന്നു, ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്ന്. ഇവനിങ്ങനെ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനൊരു കാരണമുണ്ട്. അവനൊരു ഗേ ആണ്. അത് തന്റെ ഫാമിലിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അവനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അവനറിയാം. അടുത്തതായിട്ട് നമ്മുടെ നായിക സുമിയാണ് കാണിക്കുന്നത്. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്ന അവളാകട്ടെ ഒരു ലെസ്ബിയൻ ആയിരുന്നു. തനിക്ക് വേണ്ടിയിട്ടൊരു പറ്റിയ ഗേൾഫ്രണ്ടിനെ തപ്പി നടക്കുകയാണ് അവൾ. പല പല ഡേറ്റിംഗ് ആപ്പുകളിലെല്ലാം തന്നെ അവൾ പരിശോധിച്ചിട്ട് ഓരോരുത്തരെ കാണാനും പോകും. അങ്ങനെ ഇത്തവണയും ലെസ്ബിയൻസിന്റെ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ അവൾ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അതൊരു പെൺകുട്ടിയല്ല എന്നും അതൊരാണാണെന്ന് അവൾക്ക് മനസ്സിലായത്. അയാളാകട്ടെ ഇവളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചു വരുത്തിയത്. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അയാൾ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിന്റെ ഐഡന്റിറ്റി ഞാൻ എല്ലാവരോടും വെളിപ്പെടുത്തണമെന്നും അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്റെ കൂടെ കിടക്കണമെന്നും പറയുന്നു. അയാൾ അവൾക്കൊരു ശല്യമായി മാറിയിരുന്നു. അവൾ എവിടെ പോയാലും അയാൾ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. അവസാനം ഗതികെട്ട സുമിയാകട്ടെ നേരെ വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നതാകട്ടെ നമ്മുടെ ഷാർദുലിന്റെ അടുത്ത്. ഷാർദുൽ അയാളെ പിടിച്ച് വിരട്ടി വിടുന്നുണ്ട്. ആ സംഭവത്തോടു കൂടി ഷാർദുലിന് മനസ്സിലായി സുമി ഒരു ലെസ്ബിയൻ ആണെന്ന്. അത് മനസ്സിലാക്കി അവനാകട്ടെ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് സുമിക്ക് ദേഷ്യം വരുന്നു. അയാളെ ഒഴിവാക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്, ഇപ്പൊ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് അവൻ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് തന്റെ ഐഡന്റിറ്റി അവളോട് വെളിപ്പെടുത്തുന്നു. നീ ലെസ്ബിയൻ ആണെന്ന് എനിക്കറിയാം, ഞാൻ ഗേ ആണ്. എന്റെ വീട്ടിൽ കല്യാണത്തിന് എന്നെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വീട്ടിലും സാഹചര്യം അങ്ങനെ തന്നെയായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചുകൂടാ? വീട്ടുകാരിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യാം. അതാവുമ്പോ സൊസൈറ്റി നമ്മളെ കുറ്റപ്പെടുത്തുകയുമില്ല. ഷാർദുൽ പറഞ്ഞ ആ കാര്യം ശരിയാണെന്ന് സുമിക്കും തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഡീല് വെക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടുകാരോടെല്ലാം കാര്യം സംസാരിച്ചിട്ട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ഹോട്ടലിരിക്കുന്ന സമയത്ത് സുമിക്കാകട്ടെ പുറത്ത് കറങ്ങാൻ പോകണം. എന്നാൽ ഷാർദുൽ പറയുന്നു, എന്റെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ വരും, അതുകൊണ്ട് എനിക്ക് കറങ്ങാൻ പോകാനൊന്നും ടൈമില്ല എന്ന്. എന്നാ പിന്നെ താൻ ഒറ്റയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് സുമി പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നു. അവള് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാകട്ടെ ഷാർദുൽ ആകെ വിഷമിച്ചിട്ട് മദ്യപിച്ചിരിക്കുകയായിരുന്നു. കാര്യം അന്വേഷിക്കുക അവൻ പറയുന്നുണ്ട്, രാവിലെ മുതൽ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നാൽ അവൻ ഇതുവരെയും വന്നില്ല. അങ്ങനെ വിഷമമെല്ലാം പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആകട്ടെ അവന്റെ ബോയ് ഫ്രണ്ട് അവനെ കാണാൻ വന്നിരുന്നു. അവന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് കബീർ എന്നാണ്. ഷാർദുൽ കബീറിന് തന്റെ വൈഫ് സുമിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബൈക്ക് റൈഡിനൊക്കെ പോകുന്നുണ്ട്. തിരിച്ചു വീണ്ടും സുമിയുടെ അടുത്തെത്തുമ്പോൾ അവളാകട്ടെ കബീറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഷാർദുലിനോട് ചോദിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നും ഒക്കെ അവൻ ആ സ്റ്റോറി എല്ലാം തന്നെ അവളോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹണിമൂൺ എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അതിനിടയ്ക്ക് സുമിയാകട്ടെ തന്റെ അച്ഛനെയും കൊണ്ടൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവൾ റിംജിം എന്ന് പറയുന്ന ഒരു നേഴ്സിനെ കാണുന്നു. ആ പെൺകുട്ടിയും ഒരു ലെസ്ബിയൻ ആയിരുന്നു. കണ്ട മാത്രയിൽ തന്നെ സുമിക്ക് റിംജിമിനെ ഒരുപാട് ഇഷ്ടമായി. അവർ കൂടുതൽ സംസാരിക്കുകയും അടുക്കുകയും ചെയ്യുന്നു. റിംജിമിന്റെ വീട്ടിലും താൻ ലെസ്ബിയൻ ആണെന്നുള്ള സത്യം മനസ്സിലാക്കിയതോടുകൂടി അവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയും അവൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നതുമാണ്. പതിയെ പതിയെ അവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് കടന്നു. അതിനിടയ്ക്ക് ഷാർദുലിന് ഡെറാഡൂണിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയാണ്. അവനങ്ങനെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ വേണ്ടിയിട്ട് സുമിയുടെ കൂടെ അവിടേക്ക് പോയി. അവിടെ താമസം തുടങ്ങിയ ശേഷം അവന്റെ സീനിയർ ഓഫീസർ എല്ലാം തന്നെ അവനെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ അവൻ സുമിയോട് പറയുന്നു. സുമി അവനെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ തമ്മിലൊരു ഡീലുണ്ട്, ഞാൻ നിന്റെ വൈഫൊന്നുമല്ല, അതുകൊണ്ട് ഈ ഭാര്യമാരോട് പറയുന്ന പോലുള്ള ആജ്ഞാപനമൊന്നും എന്റെ അടുത്ത് വേണ്ട. വേണമെങ്കിൽ ഞാനിപ്പോ ചായ ഇട്ടുകൊണ്ട് വരാം, പക്ഷെ പകരം ഒരാഴ്ചത്തെ ജോലിയെല്ലാം നീ ചെയ്യണം. അവൻ അത് സമ്മതമായിരുന്നു. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി കുറച്ചു കഴിയുമ്പോഴേക്കും സുമി ആകട്ടെ റിംജിമിനെ അവിടേക്ക് വിളിക്കുന്നു. എന്തായാലും സുമി ഒറ്റയ്ക്കൊരു റൂമിലാണ് താമസിക്കുന്നത്, അവളും അവിടെ താമസിക്കട്ടെ എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഇത് പോലീസ് ക്വാർട്ടേഴ്സ് ആണെന്നും എന്റെ സീനിയേഴ്സ് ഒക്കെ എപ്പോഴും വരുന്നതാ, റിംജിം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്ത് പ്രശ്നമാകാനാ, നീ നിന്റെ ബോയ് ഫ്രണ്ട് കബീറിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ, എനിക്കതിലൊരു പ്രശ്നമില്ലാന്ന് സുമി പറയുന്നു. അന്ന് രാത്രി സുമിയും റിംജിമും ചേർന്നിരുന്ന് കുറെ നേരം സംസാരിക്കുന്നുണ്ട്. സുമി തന്റെ അവസ്ഥയെ പറ്റിയും തന്റെ സ്റ്റോറി എല്ലാം തന്നെ അവളോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് കുറച്ച് ഇന്റിമേറ്റ് ആവുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ അവർ ഉറക്കമെഴുന്നേക്കും
നോക്കുമ്പോ ആകട്ടെ സുമിയുടെ അമ്മ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റിംജിമിനെ അവിടെ കണ്ടതും പെട്ടെന്ന് ഇതാരാണെന്ന് ചോദിക്കുന്നു. വേറെ വഴിയില്ലാതെ സുമി പറയുന്നുണ്ട് ഇത് ഷാർദുലിന്റെ ഒരു കസിൻ ആണെന്ന്. സുമി തന്റെ അമ്മയുടെ നിർബന്ധം കാരണമാകട്ടെ ഷാർദുലിന്റെ കൂടെ ഒരു ഡാൻസ് കോമ്പറ്റീഷന് പോകുന്നു. അവർ രണ്ടുപേരും ആ ഡാൻസ് കോമ്പറ്റീഷനിൽ വിജയികളാവുകയും ചെയ്യുന്നുണ്ട്. റിംജിമിന് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും ദേഷ്യം വരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇത്രയും ഹാപ്പിയാണ്, പിന്നെന്തിനാ എന്റെ ആവശ്യം? ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ പേരിൽ അവർക്കിടയിൽ ഒരു വഴക്കുമുണ്ടാകുന്നു. അതേസമയം ഷാർദുല് തന്റെ പാർട്ണർ കബീറുമായിട്ടും വഴക്കിടുന്നു. കബീറിന്റെ ഫോൺ ഷാർദുൽ എടുത്തപ്പോൾ അവൻ പിടിച്ചു വലിച്ചു വാങ്ങി. കബീർ തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് ഷാർദുലിന് തോന്നുന്നു. അവന് വേറെ ആരുടെയോ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ വഴക്കിനിടയിൽ ഷാർദുലാകട്ടെ കബീറിന്റെ മുഖത്ത് അടിക്കുന്നു. ആ ദേഷ്യത്തിൽ കബീർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനിടയ്ക്ക് ഷാർദുലിനും സുമിക്കും ഷാർദുലിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴാകട്ടെ അവരുടെ ബന്ധുക്കാരും കുടുംബക്കാരും എല്ലാം ചേർന്നിട്ട് അവരെ ഒരു കുട്ടിക്ക് വേണ്ടി നിർബന്ധിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയായേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സുമിയെ എല്ലാവരും പ്രഷർ ചെലുത്താൻ തുടങ്ങി. തിരിച്ചു പോകുന്ന വഴിക്ക് അവളത് ഷാർദുലിനോടും പറയുന്നു, നിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ പ്രശ്നം ഞാൻ തീർത്തു കൊടുത്തോളാമെന്നാണ് ഷാർദുൽ പറയുന്നത്. അതിനുശേഷം ഷാർദുൽ തന്റെ അളിയന്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന്. ഞാനൊരു ഡോക്ടറാ, എന്റെ അടുത്ത് എന്തും തുറന്നു പറയാം. ഷാർദുൽ അയാളോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം ആരോടും പറയരുതെന്ന്. സുമിക്കൊരു പ്രോബ്ലം ഉണ്ട്, അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല. ഇത് കേട്ടതും അയാൾ ഞെട്ടി. അയാളുടെ ഉള്ളിലാകട്ടെ ഒരു രഹസ്യം ഒരിക്കില്ല. അയാൾ അത് ഷാർദുലിന്റെ വീട്ടുകാരോടെല്ലാം തന്നെ പറയുന്നു. സംഭവം പറഞ്ഞ് ഷാർദുലിന്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ചേർന്നിട്ട് സുമി ഒരു ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ അവളുടെ ടെസ്റ്റ് എല്ലാം തന്നെ നടത്തുകയാണ്. അതിനിടയ്ക്ക് അവൾ ഷാർദുലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ നിന്റെ അളിയനോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഇവരെല്ലാം എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരോ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് സുമന്റെ റിപ്പോർട്ട് വരുന്നു. റിപ്പോർട്ടിൽ ഒരു പ്രശ്നവുമില്ല, അവൾക്ക് കുട്ടികളുണ്ടാവും. ഇത് കണ്ടതോടെ അവർക്ക് സമാധാനമായി. അപ്പൊ ഷാർദുൽ ഇവരോടെല്ലാം കള്ളം പറഞ്ഞതാണ്. എന്നാൽ ഷാർദുലിന്റെ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന്. ഈ പെണ്ണ് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ കൊണ്ട് കള്ളം പറയിച്ചതായിരിക്കും. അവരുടെ വീട്ടുകാരെല്ലാം ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് ഷാർദുലിന്റെ അമ്മ ഇവരുടെ കൂടെ പോയി താമസിക്കണം, ഇവരെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യണം. അങ്ങനെ അവള് പ്രഗ്നന്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നീ തിരിച്ചു വന്നാൽ മതി. ഇവരുടെ കൂടെ ഷാർദുലിന്റെ അമ്മയും തിരിച്ച് അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ക്വാർട്ടേഴ്സിൽ റിംജിം താമസമുണ്ട്. സുമി പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് അവിടെ നിന്ന് മാറാൻ വേണ്ടി പറയാനാണ് കോൾ ചെയ്യുന്നത്. എന്നാൽ അവളുടെ കോള് കണക്ട് ആകുന്നില്ല. കുറെ നേരം ട്രൈ ചെയ്തിട്ട് ഷാർദുലാകട്ടെ അവളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ എന്റെ അമ്മ അവിടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് സാധനങ്ങളും എടുത്തിട്ട് പോകാൻ പറയുന്നു. അവൻ പറയുന്നതെന്നാൽ റിംജിം വിശ്വസിക്കുന്നില്ല. അവൻ വെറുതെ പറയുകയാണെന്നാണ് അവള് പറയുന്നത്. അവസാനം സുമിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അവളുടെ പേഴ്സ് കാണാത്ത കാരണം അവൾ അതോ അന്വേഷിച്ച് അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് സുമിയും ഷാർദുലും അവന്റെ അമ്മയും അവിടേക്ക് വരുന്നത്. അവളെ കണ്ടതും ഇവരെല്ലാം ഞെട്ടി. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷാർദുൽ ഒരു കള്ളം പറയുന്നു. ഇത് DSPയുടെ മോളാണെന്നാണ് അവൻ പറയുന്നത്. ഇടയ്ക്ക് ഞങ്ങളുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരും. അങ്ങനെ തൽക്കാലത്തേക്ക് ആ കാര്യത്തിലൊരു തീരുമാനമാക്കി. അവന്റെ അമ്മ അവിടെ താമസം തുടങ്ങി കഴിയുമ്പോൾ മുത്തശ്ശി അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയാകാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂവെന്ന്. പിറ്റേന്ന് മുതൽ അവന്റെ അമ്മ അതിനുള്ള ശ്രമത്തിലായിരുന്നു. ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അവർക്ക് സുമിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. എന്നാൽ അത് ഓപ്പണായിട്ട് പറയാൻ അവർക്ക് ചമ്മലായ കാരണം അവൾക്കത് എഴുതി കൊടുക്കുന്നു. അവർ ഞാനിതിലൊക്കെ എഴുതിയേക്കുന്ന പോലെ എല്ലാം ചെയ്യാമെന്ന് അവൾ വാക്കും കൊടുക്കുന്നു. എന്നിട്ട് അവളാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷാർദുലിനോട് പറയുന്നു. നമ്മളെ രണ്ടുപേരെയും നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു കുട്ടി ഉണ്ടാകാതെ നമ്മളെ ഇവർ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കുറെ നേരം സംസാരിച്ച ശേഷം അവള് പറയുന്നുണ്ട് ഇവരുടെ ഈ നിർബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകിയാലോ എന്ന്. അവൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ഈ കാര്യം അവളാകട്ടെ റിംജിമിനോട് സംസാരിക്കുമ്പോൾ റിംജിം അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനിടയ്ക്ക് ഷാർദുലാകട്ടെ തന്റെ ഡ്യൂട്ടി സമയത്ത് ഒരു ഗേ മാരേജ് നടക്കുന്നിടത്തേക്ക് പോകേണ്ടി വരുന്നു. അവിടെ വെച്ച് ഗേയും വക്കീലുമായ ഗുരു എന്ന് പറയുന്ന ആളെ അവൻ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. കബീർ എന്തായാലും അവനെ വിട്ടിട്ട് പോയി. അവന്റെ ഒരു പാർട്ട്ണറിന്റെ ആവശ്യമുണ്ട്. ഗുരുവിനോട് സംസാരിച്ച് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ അവന് പറ്റിയ പാർട്ട്ണറാണ് ഗുരു എന്ന് അവനും തോന്നി. ഇവിടെ ഷാർദുലിന്റെ അമ്മയാകട്ടെ സുമിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിർബന്ധം കാരണം സെക്സി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവള് വരുന്നു. ഞാൻ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളുടെ മകന്റെ അടുത്ത് അതിനുള്ള ശക്തിയൊന്നും ഇല്ല എന്നാണ് അവള് പറയുന്നത്. കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് പോയിന്ന് അവനെ നോക്കി തന്നെ നിൽക്കുകയാണ്. നീ എന്താ എന്റെ അമ്മയോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അവള് തിരിച്ചു പറയുന്നുണ്ട് നേരത്തെ നീ എനിക്കിട്ടൊരു പണി തന്നില്ലേ, എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ നിന്റെ കാര്യത്തിലും അങ്ങ് പറഞ്ഞു നിനക്ക് ആ പ്രശ്നമെന്ന്. എന്തായാലും ഇവര് നിന്റെ ടെസ്റ്റ് നടത്താൻ പറയും. അത് എന്റെ ഗേൾഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കും. അവിടെ വെച്ച് എന്റെ ഗേൾഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി ആ റിപ്പോർട്ട് നമുക്ക് മാറ്റാം. നിനക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊരു റിപ്പോർട്ട് ആക്കി എടുക്കാം. അപ്പൊ പിന്നെ ഇവര് നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. ആ ഐഡിയ നല്ലതാണെന്ന് അവനും തോന്നി. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പ്രകാരം ഷാർദുലിന്റെ റിപ്പോർട്ടിൽ സെമൻ കൗണ്ട് നല്ല രീതിയിൽ അവർ കുറയ്ക്കുന്നു. ഈ റിപ്പോർട്ട് വീട്ടുകാരെല്ലാം കണ്ടതോടുകൂടി അവന്റെ അളിയനും പറയുന്നുണ്ട് നിനക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്ന്. എല്ലാവരും ഇത് കേട്ട് വിഷമിക്കുന്നു. അവസാനം അവനാകട്ടെ തന്റെ ഫാമിലി മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് ഞങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. എന്തായാലും സുമിക്കൊരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ വീട്ടുകാരോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കൊരു കുട്ടിയെ ദത്തെടുക്കാമെന്ന് അവളോട് പറയുന്നു. ഇത് കേട്ടതും
സുമി ഒരുപാട് സന്തോഷത്തോടു കൂടി അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവന്റെ അമ്മയാകട്ടെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവൻ അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ ആ ട്രെയിൻ മിസ്സാവുകയും അവൻ അമ്മയും കൂട്ടി തിരിച്ചു വരികയും ചെയ്യുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ സുമി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് സുമിയും ഡിംജിമും ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു. അത് കണ്ടതും അവരാകെ തകർന്നുപോയി. ഇതവരുടെ രണ്ട് വീടുകളിലും വലിയ പ്രശ്നത്തിനിടയാക്കി. തന്റെ വീട്ടിലെത്തിയ സുമിയെ അവളുടെ അമ്മ ഒരുപാട് വഴക്ക് പറയുന്നു. നീ കുടുംബത്തിന്റെ മാനം തന്നെ കളഞ്ഞു എന്നാണ് അവളോട് പറയുന്നത്. ആകെ തകർന്നിരുന്ന സുമിയാകട്ടെ തന്റെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. പണ്ട് മുതലേ എല്ലാ കാര്യത്തിലും അച്ഛൻ എന്റെ കൂടെയുണ്ട്. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ അവളുടെ വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ട് അയാളും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഈ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ഉണ്ടായതാ നീ. ഇവിടെ ഷാർദുലിന്റെ വീട്ടിലും അവൻ എല്ലാ രീതിയിലും ടോർച്ചർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു പോലീസുകാരനായിട്ട് നിന്റെ മൂക്കും തുമ്പത്തല്ലേ അവൾ ഈ പരിപാടിയെല്ലാം കാണിച്ചത്. എന്നിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോഴും ഷാർദുലിന്റെ റിക്വസ്റ്റ് കാരണം അവൻ ഗേ ആണെന്നുള്ള സത്യം സുമി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറെ നേരം ഈ വീട്ടുകാര് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് സഹിക്കവയ്യാതെ അവനാകട്ടെ താൻ ഗേ ആണെന്നുള്ള സത്യം തുറന്നു പറയുകയാണ്. സുമി ലെസ്ബിയൻ ആണെങ്കിൽ ഞാൻ ഗേ ആണ്. ഇത് കേട്ടതോടെ അവന്റെ വീട്ടുകാർ മുഴുവൻ ഞെട്ടിത്തടിച്ചിരിക്കുകയാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് സുമിയെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ആകെ സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു അവൻ. അവന്റെ അമ്മ വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ അമ്മയെങ്കിലും അവനെ മനസ്സിലാക്കുമെന്ന്. എന്തായാലും എല്ലാവരും സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു ഫേക്ക് മാരേജിൽ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡിവോഴ്സ് ആവാമെന്ന് സുമി അവനെ കണ്ടു പറയുന്നു. എന്നാൽ ഷാർദുൽ പറയുന്നുണ്ട്, അങ്ങനെ നമ്മളിപ്പോൾ ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അഡോപ്ഷന്റെ പേപ്പർ എല്ലാം തന്നെ ക്ലിയർ ആയിരിക്കുകയാണ്. അത് കാരണം അവരപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. എന്നിട്ട് ഫാമിലിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പുറം ലോകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് അവന്റെ വീട്ടുകാര് അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള കഥയാണ്. ഷാർദുലും സുമിയും ഒരു പൂജയിലിരിക്കുകയാണ്. അവരുടെ കയ്യിലൊരു കുട്ടിയുമുണ്ട്. എന്നാൽ അവരുടെ ഇരുവശത്തുമായിട്ട് അവരവരുടെ പാർട്ട്നേഴ്സുമുണ്ട്, ഗുരുവും ഡിംജിമും. അവരെ അവരായിട്ട് തന്നെ അവരുടെ വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ ദത്തെടുത്ത കുഞ്ഞിന്റെ അമ്മ സുമി മാത്രമായിരുന്നില്ല, ഡിംജിം കൂടിയായിരുന്നു. അവരെല്ലാവരും ചേർന്നിട്ടാണ് ആ കുഞ്ഞിന് വേണ്ടിയുള്ള പൂജ നടത്തുന്നത്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.